സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 3 9 തിരുവചനം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ, വീരന്മാരെ ഉദ്യോഗിപ്പിപ്പിൻ, സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 3 അധ്യായം 9 വചനത്തിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ചിന്തകൾ പ്രാർത്ഥനയോടെ പങ്കുവയ്ക്കട്ടെ. ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവാൻ ഒരു സുവിശേഷമുണ്ട്. അത് കർത്താവായ യേശുവാണ്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവിൻ എന്നുള്ളതാണ് ആ സുവിശേഷം. തുടർന്ന് ഈ വചനത്തിൽ പറയുന്നത് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിനെന്നാണ്. ഈ വിശുദ്ധ യുദ്ധം ആയുധങ്ങളുമെടുത്ത് മനുഷ്യർക്കെതിരായി പോരാടുവാനല്ല. പ്രത്യുത എന്താണ് വിശുദ്ധ യുദ്ധമെന്ന് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷയുടെ ആനന്ദം കരസ്ഥമാക്കിയ അഥവാ ഒരു ദൈവ പൈതലായി തീർന്ന ഓരോ ഭക്തനും യുദ്ധത്തിലാണ്, അഥവാ ആത്മീയ യുദ്ധത്തിലാണ്. ഒരു ദൈവ പൈതൽ ശത്രുവിൻ്റെ പോരാട്ടങ്ങൾക്ക് എപ്പോഴും വിധേയനായിരിക്കും. അഥവാ ശത്രുവായ പിശാച് ഒരു ദൈവഭക്തനെയും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ, ദൈവവചനത്തിൽ നിന്ന് അകറ്റുവാൻ, പ്രാർത്ഥനയിൽ നിന്നും ആരാധനയിൽ നിന്നും ദൈവ വഴിയിൽ ജീവിക്കുന്നതിൽ നിന്നും അകറ്റുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഇവിടെയാണ് ഒരു ദൈവഭക്തന് ഒരു പോരാട്ടം അനിവാര്യമായി വരുന്നത്. ഇവിടെയാണ് വിശുദ്ധ യുദ്ധം അനിവാര്യമായി വരുന്നത്. എന്താണ് വിശുദ്ധ യുദ്ധം? അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 10 മുതൽ നാം വായിക്കുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവാനാണ് അവിടെ ആഹ്വാനം ചെയ്യുന്നത്. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സത്യത്തിൽ വിശുദ്ധ യുദ്ധമെന്ന് പറയുന്നു. ഓരോ ദൈവപൈതലിനെയും അറുപ്പാൻ, മുടിപ്പാൻ, നശിപ്പിക്കുവാൻ പിശാച് എല്ലായ്പ്പോഴും തന്ത്രശാലിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇവിടെ ഒരു പോരാട്ടം അത്യന്താപേക്ഷിതമാണ്. ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, ദൈവവചനത്തോട് ചേർന്ന് നിൽപ്പാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടപ്പാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചു എങ്കിൽ മാത്രമേ ഈ പോരാട്ടത്തിൽ, ഈ യുദ്ധത്തിൽ, ഈ വിശുദ്ധ യുദ്ധത്തിൽ ദൈവഭക്തർക്ക് വിജയമുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ച് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവാനാണ് ഇവിടെ പറയുന്നത്. ആത്മീയ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ ആവശ്യമായ ആയുധങ്ങളെക്കുറിച്ച് കൂടെ ഇവിടെ പറയുന്നുണ്ട്. എഫേസ്യർ 6 അധ്യായം 14 മുതൽ
നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മീയ യുദ്ധത്തിൽ വിജയം വരിക്കുവാൻ ഈ ആത്മീയ ആയുധങ്ങളുമായി വിശ്വാസവും പ്രത്യാശയും കൈമുതലാക്കിക്കൊണ്ട് ഉറച്ചു നിൽപ്പേണ്ടത് അത്യാവശ്യം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.